ഹലോ ഗായ്സ്, നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു ഡോറി ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ഇന്ന് ഇതിനകത്ത് ക്ലിയർ ചെയ്യുന്നത് വെച്ചാൽ എങ്ങനെ ഡോറിയുടെ ക്ലോത്ത് പ്രോപ്പറായിട്ട് കട്ട് ചെയ്യാം, അതുപോലെ എങ്ങനെ കട്ട് ചെയ്യാൻ പാടില്ല, എങ്ങനെ കറക്റ്റായിട്ട് റോൾ ചെയ്തെടുക്കാം. അതാണ് നമ്മൾ ഇന്ന് ചെയ്യുന്ന വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഗായ്സ്, ഇതാണ് നമ്മുടെ ക്ലോത്ത്. അപ്പം നമ്മൾ ഡോറിക്കുള്ള തുണി എങ്ങനെ കട്ട് ചെയ്യും അതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം ഡോറിക്കുള്ള തുണി എങ്ങനെ പ്രോപ്പറായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, സ്ട്രൈറ്റ് കട്ടിങ് ഇത് ചെയ്യാൻ പാടില്ല. സ്ട്രെയിറ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡോറി കറക്റ്റായിട്ട് റൗണ്ട് ചെയ്യാൻ പറ്റത്തില്ല. സോ നമുക്ക് ക്രോസ് ബൈസ് ആണ് നമുക്ക് ഡോറിയുടെ ക്ലോത്ത് കട്ട് ചെയ്യേണ്ടത്. എപ്പോഴും ഡോറി ചെയ്യാൻ വേണ്ടി ക്രോസ് ബൈസ് ആണ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ക്രോസ് ബൈസ് കട്ട് ചെയ്യാം. നമ്മൾ ഈ കട്ട് ചെയ്തിരിക്കുന്ന അത് ഡോറിക്ക് ആവശ്യമുള്ള ഒരു ചെറിയ പീസായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഒരു 1.5 ഇഞ്ച് ആ സൈസൊക്കെ വരുന്ന രീതിയിൽ, 1.5 ഇഞ്ചോ 2 ഇഞ്ചോ സൈസ് വരുന്ന രീതിയിൽ. ഇതാണ് നമുക്ക് ഡോറിക്ക് വേണ്ട ക്ലോത്ത്. ഓക്കെ, നമുക്ക് ഡോറിയുടെ വേണ്ട ക്ലോത്ത് നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നു. അപ്പം നമുക്ക് നോക്കാം ഇതെങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു. ഓക്കെ, നമുക്കപ്പോൾ മെഷീനിലേക്ക് പോകാം. അപ്പോൾ ഞാൻ നേരത്തെ കട്ട് ചെയ്ത തുണിയിൽ നിന്ന് ഒരു ചെറിയൊരു പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഡോറിക്ക് എന്തോരം വേണോ ആ ഒരളവിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞങ്ങൾ ഉപയോഗിക്കുന്ന മെഷീൻ എന്ന് വെച്ചാൽ ജാഗ്വാറിൻ്റെ ഐ സ്റ്റിച്ച് എന്ന് പറഞ്ഞൊരു സ്റ്റിച്ചിങ് മെഷീനാണ്. ഇത് ടേബിൾ ടോപ്പ് മെഷീനാണ്. അപ്പം ഇതിൻ്റെ അകത്ത് നമുക്കൊരു 100 ടൈപ്പ് വെറൈറ്റി, അത് പല ടൈപ്പ് സ്റ്റൈലിലുള്ള സ്റ്റിച്ചിങ്സൊക്കെ വരുന്ന ഓപ്ഷനുള്ളതാണ് ഈ മെഷീൻ. അപ്പോൾ നമുക്കിപ്പോൾ നോർമൽ സ്റ്റിച്ച് നമുക്ക് ചെയ്ത് എന്തോരം റൗണ്ടിൽ വേണോ അതനുസരിച്ച് നമുക്ക് എടുക്കാം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് വെച്ചാൽ ഇത് എങ്ങനെ നമുക്ക് ഫോൾഡ് ചെയ്യാം, അത് അകത്തേക്ക് എങ്ങനെ ആ നൂല് കൊണ്ടുവരാം, അതാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പം നമുക്ക് നോർമലി നമ്മുടെ സ്റ്റിച്ചിങ് മെഷീൻ്റെ ഒരു നീഡിലെടുക്കുക. പിന്നെ നമുക്ക് വേണ്ട നൂലാണ്. നൂല് നമുക്കതൊരു ഏകദേശം 2-3 ലെയറൊക്കെ നമുക്ക് വേണം. അപ്പം നമുക്ക് അത് നമുക്കവിടെ നമ്മുടെ ത്രെഡ് വെക്കുന്ന സ്റ്റാൻഡിൽ നമുക്ക് ചുറ്റിയെടുക്കാം. എന്തോരം നീളം വേണോ അതനുസരിച്ച് നമുക്ക് 2-3 ലെയറാക്കി എടുക്കാം. അപ്പോൾ ഗായ്സ്, നമുക്ക് ആവശ്യമുള്ളത്ര ലെയറായിട്ടുണ്ട്. നമുക്കിനി ഇത് നമ്മുടെ സ്റ്റിച്ചിങ് മെഷീൻ്റെ ത്രെഡിൽ നമുക്ക് കോർത്തെടുക്കാം. അതായത് നമ്മൾ എക്സ്ട്രാ എടുത്തില്ലായിരുന്നു, അതിനകത്തേക്ക് നമുക്ക് കോർത്തെടുക്കാം. പ്രോപ്പറായിട്ട് എടുക്കുക. കട്ട് ചെയ്ത് അതേപോലെ
എടുക്കുക. ഇത് 2-3 ലെയറുള്ളത് കൊണ്ട് നമുക്ക് അത്ര എളുപ്പത്തിൽ കയറ്റാൻ പറ്റത്തില്ല. യെസ്, എടുക്കുക. പ്രോപ്പർ എൻഡ് കൊണ്ടുവരിക. കണ്ടോ, അപ്പം ഇങ്ങനെ വരും. പ്രോപ്പറായിട്ട് കൊണ്ടുവന്നിട്ട് ഒരിടത്ത് ജസ്റ്റ് ഇങ്ങനെ ഒരു ഒറ്റ നോട്ട്, ഒരു നോട്ട് ഇടുക. എന്നിട്ട് ഈ എക്സ്ട്രാ ആയിട്ട് നിൽക്കുന്ന ഭാഗം പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചേക്കുന്ന ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വെച്ചേക്കുന്നത് എടുക്കുക. ജസ്റ്റ് ഒരു സൈഡ് ഇങ്ങനെ ജസ്റ്റ് ഷാർപ്പ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ അകം വഴി ഇങ്ങനൊരു കോർത്തെടുക്കാം. ഇങ്ങനെ കോർത്തിട്ട് അത് രണ്ടിൽ കൊണ്ടുവന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ലോക്ക് ചെയ്തെടുക്കാം. ജസ്റ്റ് ഇങ്ങനെ ലോക്ക് ചെയ്യുക. അതിനുശേഷം ഒന്നും കൂടി അകത്തേക്ക് കയറ്റിയിട്ട് കുറച്ചും കൂടി അകത്തേക്ക് കയറിയിട്ട് ഇങ്ങനെ ആ പൊക്കം ഭാഗം വഴി ഇങ്ങനെ ക്രോസ് ചെയ്ത് ഊരിയെടുക്കുക. പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഈ വള്ളി കയറ്റാൻ വേണ്ടി ചെയ്തില്ലേ, അതേപോലെ അകത്തേക്ക് ഇങ്ങനെ ഇൻസേർട്ട് ചെയ്തെടുക്കുക. ഇൻസേർട്ട് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഏതെങ്കിലും കൊണ്ട് വെക്കുക. എന്നിട്ട് അത് അടിഭാഗത്തേക്ക് വന്നിട്ട് നമ്മൾ കറക്റ്റായിട്ട് അകം വഴി കയറി പോകുന്ന രീതിയിൽ പ്രസ് ചെയ്യുക. എപ്പോഴും നമ്മളിങ്ങനെ ഇവിടെ അധികം കൂടി നിൽക്കുക, ഇതേപോലെ കൂടി നിൽക്കാൻ സമ്മതിക്കില്ല. കാരണം വെച്ചാൽ കയറാൻ പാടായിരിക്കും. സോ ഈവൻ നമുക്ക് ചെയ്ത് പോകാൻ നേരത്ത് നമ്മൾ കയറി പോകുന്നുണ്ട്. ഇങ്ങനെ കൂടി വരുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് റിലീസ് ചെയ്യുക. എന്നിട്ട് വീണ്ടും ചെയ്യുക. പെർഫെക്റ്റ് സൗണ്ടായിട്ടുള്ള ഡോറി റെഡി. നോക്കി തിക്നെസ് കണ്ടോ, എന്ത് സ്മൂത്താന്ന് നോക്കി റൗണ്ട്. കാരണം റൗണ്ട് ആയതുകൊണ്ട് അത്ര സ്ട്രോങ് ആണ്. അപ്പം ഇത്ര സിമ്പിളാണ്. നമുക്കിങ്ങനെ റൗണ്ടായിട്ടൊരു ഡോരി ചെയ്തെടുക്കാം. സിമ്പിളാണ്.